Hi guys, welcome to Act Files. സോ ഇന്ന് നമ്മൾ ആ ഒരു ടെക്സ്റ്റ് എലമെന്റ്സിന്റെ ബാക്കിയാണ് എടുക്കാൻ പോകുന്നത്. നമുക്ക് ഇനി രണ്ട് എലമെന്റ്സും കൂടി നമ്മൾ പറയുന്നുണ്ട്. ഈ ടാഗും പറയുന്നുണ്ട്, അതായത് ആങ്കർ ലിങ്ക്, ഹൈപ്പർ ലിങ്ക്സ് എന്ന് പറയും. ഹൈപ്പർ ലിങ്ക്സും പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് എലമെന്റിൽ തന്നെ ഓർഡർ ലിസ്റ്റ്, അതായത് ലിസ്റ്റിന്റെ കാര്യങ്ങളും പറയുന്നുണ്ട്. രണ്ട് ടൈപ്പ് ഓഫ് ലിസ്റ്റ് ഉണ്ട്, ഓർഡേർഡും അൺഓർഡേർഡും. അതിന്റെ കാര്യങ്ങൾ നമുക്ക് അപ്പം സംസാരിക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ആങ്കർ ടാഗ്സ്, അതായത് ഹൈപ്പർ ലിങ്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. ഹൈപ്പർ ലിങ്ക് മീൻസ് നമ്മൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും റീഡയറക്റ്റ് ആവാം, ആ ഒരു ടൈപ്പ് സംഭവം നമ്മൾ ഏറ്റവും ഫസ്റ്റ് വീഡിയോയിൽ, അതായത് ഈ ഒരു HTML സ്ട്രക്ചർ പഠിപ്പിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഹൈപ്പർ ലിങ്ക്സ് എങ്ങനെ ഈ ഒരു വെബ്സൈറ്റിൽ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. സോ നമുക്ക് ഇതിൻ്റെ താഴെ തന്നെ ചെയ്യാം. സോ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൻ്റെ ഫീൽ കിട്ടിക്കോളും. സോ ആഫ്റ്റർ ഈ ഒരു നമ്മളിവിടെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കോഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പി ടാഗ്, അതായത് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പാരഗ്രാഫ് നമ്മളൊന്ന് ചുരുക്കാണ്, അത്ര കൊടുക്കുന്നില്ല, കുറച്ച് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഓക്കെ, പാരഗ്രാഫ് നമ്മളൊന്ന് ചുരുക്കിയിട്ടുണ്ട്. അതായത് ഒരുപാടുള്ളതിൽ നിന്ന് നമ്മളൊന്ന് ചുരുക്കിയിട്ടുണ്ട്. സോ ഇനി നമ്മൾ വെബ്സൈറ്റിലോട്ട് പോയാൽ കാണാം ഒരു കുറച്ച് പാരഗ്രാഫ് ഉള്ളൂ. സോ ഈ ഒരു പാരഗ്രാഫിൻ്റെ താഴെയായിട്ട് ഞാനൊരു ലിങ്ക് കൊടുക്കുകയാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഗൂഗിളിൻ്റെ ആ ഒരു പേജ് ഉണ്ടല്ലോ, www.google.com, അതിലോട്ട് പോകണം. അതിനാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയും. സോ ഞാൻ അവിടെ ഒരു ആങ്കർ ടാഗ്, ഈ ഒരു റീഡയറക്ഷൻ അല്ലെങ്കിൽ ഹൈപ്പർ ലിങ്കിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യൽ ആങ്കർ ടാഗാണ്. ആങ്കർ ടാഗ് എങ്ങനെ യൂസ് ചെയ്യുക വെച്ചാൽ എന്നുള്ളൊരു ടാഗാണ്. ആ ഒരു ടാഗിൻ്റെ ഉള്ളിൽ href നിങ്ങൾക്ക് കാണാൻ പറ്റും. href എന്നുള്ളൊരു സംഭവം, ഈ ഒരു സംഭവം, ഈ ഒരു ടെക്സ്റ്റ്, അതിനാണ് ആ ഒരു ആങ്കർ ടാഗിൻ്റെ ആ ഒരു ഫസ്റ്റ് ടാഗിൻ്റെ ഉള്ളിലാണ് ഇത് വരുന്നത്. ആ ഒരു ടൈപ്പ് സാധനങ്ങൾക്കാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുക. അതായത് ഒരു ടാഗിൻ്റെ ആട്രിബ്യൂട്ട് ഒരു ടാഗിനാണ് ഉണ്ടാവില്ല. ഒരു ടാഗിന് പല ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. ഇതിപ്പോൾ ടാഗിന് മാത്രമുള്ള ഒരു ആട്രിബ്യൂട്ടാണ് href. സോ ഇതേപോലെ നമുക്ക് പല ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ക്ലാസ്, ID, അങ്ങനെ പല ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഈ ക്ലാസ്സും ID ഒക്കെ നമ്മൾ CSSനെ കുറിച്ച് പഠിക്കുമ്പോഴായിരിക്കും ഉണ്ടാവുക. സോ നമുക്കിപ്പോൾ ഈ ഒരു ടാഗ് നോക്കാം. ഓക്കെ, സോ ടാഗ്, ഈ ടാഗിൽ ഞാനിവിടെ ഈ ഒരു നമ്മളൊരു ഇന്നർ HTML, നമ്മൾ ഈ P, അതേപോലെ H1, ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മളൊരു കണ്ടന്റ് കൊടുത്തിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ നമുക്ക് ഈ ടാഗിലും കണ്ടന്റ് കൊടുക്കാൻ പറ്റും. സോ ഞാനിവിടെ കൊടുക്കുകയാണ് ക്ലിക്ക് ഹിയർ ടു ഗോ, അല്ലെങ്കിൽ ഗോ ടു ഗൂഗിൾ, ഓക്കെ, അല്ലെങ്കിൽ ഓപ്പൺ ഗൂഗിൾ എന്ന് കൊടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റേ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ എന്തും കൊടുക്കാം. സോ ഞാൻ എന്നിട്ട് ഇതിന് ഈ ഒരു href ഞാൻ എവിടേക്കാണ് ഇത് റീഡയറക്റ്റ് ആവേണ്ടത് അതാണ് കൊടുക്കേണ്ടത്. സോ ഞാനത് HTTPS, ഏത് വെബ്സൈറ്റിലോട്ടാണ് പോകേണ്ടത് അതിന്റെ ലിങ്ക് എനിക്കിവിടെ ഗൂഗിളിലോട്ടാണ് പോകേണ്ടത്. സോ ഞാൻ ഗൂഗിളിൽ കൊടുക്കും. സോ എന്നിട്ട് നമ്മൾ ഈ ഒരു നമ്മുടെ പ്രിവ്യൂ, നമ്മുടെ സൈറ്റ് ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ടെക്സ്റ്റിന് താഴെയായിട്ട് നമ്മൾ എങ്ങനെയാണ് കൊടുത്തത് അതേപോലെ തന്നെ ടെക്സ്റ്റിന് താഴെയായിട്ട് ഓപ്പൺ ഗൂഗിൾ എന്നൊരു ഹൈപ്പർ ലിങ്ക് വന്നിട്ടുണ്ട്. ഈ ഹൈപ്പർ ലിങ്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. സോ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് ജസ്റ്റ് നമ്മുടെ ഫുൾ അവിടെ അപ്ഡേറ്റ് ആവാത്തൊരു പ്രശ്നമാണ്. ഞാൻ ജസ്റ്റ് സേവ് ചെയ്തിട്ടുണ്ട്, ആൻഡ് റിഫ്രഷ് ചെയ്താൽ നമുക്ക് അവിടെ അപ്ഡേറ്റ് ആവും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഹൈപ്പർ ലിങ്കിനെ നിങ്ങൾ ഹോവർ ചെയ്യുന്ന സംഭവം, ഹോവർ പറയുമ്പോൾ അതിന്റെ മേലെ നമ്മൾ ജസ്റ്റ് മൗസ് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബോട്ടം ലെഫ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഒരു ഗൂഗിളിന്റെ URL അവിടെ കാണിക്കുന്നുണ്ടാവും. അതെ, ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നമ്മളിവിടെ ജസ്റ്റ് അത് പ്രിവ്യൂ കൊടുക്കാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യാണ്. സോ അത് റീഡയറക്റ്റ് ആയി നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ സൈറ്റിൽ നിന്ന് വേറെ സൈറ്റിലോട്ട് റീഡയറക്റ്റ് ആയി. സോ ഇതാണ് ഈ ഒരു ഹൈപ്പർ ലിങ്കിൻ്റെ ഉപകാരം. ആൻഡ് ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ ഹൈപ്പർ ലിങ്ക് റീഡയറക്റ്റ് ആവുന്നത്. നമ്മൾ ജസ്റ്റ് ആ പ്രിവ്യൂയിലോട്ട് തന്നെ പോവാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് റീഡയറക്റ്റ് ആവുന്നത് നമ്മുടെ സെയിം സൈറ്റിന്റെ അവിടെയാണ്. അതായത് നമ്മുടെ സൈറ്റ് ഇപ്പോൾ കാണാനില്ല, നമുക്ക് ഇനി ബാക്ക് അടിച്ച് വരേണ്ട ആവശ്യമുണ്ട്. സോ ഇത് ജസ്റ്റ് ഒരു ആഡ് ഓൺ തന്നെയാണ് ഇത് ഓപ്പൺ ആവുന്നത്. സോ ഇത് ജസ്റ്റ് ഒരു ആഡ് ഓൺ ആണ്. അതായത് നിങ്ങൾക്ക് ഒരു പുതിയ അറിവാണ്. അതായത് നമുക്കിത് അത്ര ബേസിക് ആയിട്ടുള്ള കാര്യമല്ല, ബട്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്ന, നമ്മളെല്ലാ വീഡിയോയിലും അങ്ങനെ ഒരു കാര്യം പറയാറുണ്ടല്ലോ. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. സോ ഈ ഒരു ടാഗിൽ തന്നെ നമ്മൾ href എന്നുള്ളൊരു ആട്രിബ്യൂട്ട് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ വേറൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, ടാർജറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ടാർജറ്റിന് ഒരുപാട് വാല്യൂസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ
ബൈ ഡിഫോൾട്ട് ആയിട്ട് അത് /self എന്നായിരിക്കും. അതുകൊണ്ടാണ് ഇത് _self എന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ _self ബൈ ഡിഫോൾട്ട് ആണ്, നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ബൈ ഡിഫോൾട്ട് _self ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ തന്നെ വരുന്നത്. ഓക്കെ, ഈ സെൽഫ് അതായത് ബൈ ഡിഫോൾട്ട് നമ്മൾ ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു HTML ഈ ബ്രൗസർ തന്നെ അവിടെ _self നടക്കും, ഈ ഒരു രീതിയിൽ കൊടുക്കും. ഓക്കെ, ഇത് ബ്രൗസർ തന്നെ കൊടുക്കുന്നതാണ്, അതായത് നമ്മളൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ. ഇനി ഇതിന് പല വാല്യൂസ് ഉണ്ട്, ടാർജറ്റ് ബ്ലാങ്ക്, ടാർജറ്റ് പാരന്റ്, അങ്ങനെ പല വാല്യൂസ് ഉണ്ട്. അതിലിപ്പോൾ നമുക്ക് ബ്ലാങ്ക് മാത്രമേ ആവശ്യമുള്ളൂ, മറ്റേതൊക്കെ നിങ്ങൾ ജസ്റ്റ് റെഫർ ചെയ്താൽ മതി. ടാർജറ്റ് ആട്രിബ്യൂട്ട്സിന്റെ ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് റെഫർ ചെയ്താൽ മതി. സോ നമ്മളിവിടെ ടാർജറ്റ് ബ്ലാങ്ക് കൊടുക്കുകയാണ്. സോ ഈ ടാർജറ്റ് ബ്ലാങ്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിനി കണ്ടന്നെ അറിയാം. സോ നമ്മൾ ജസ്റ്റ് റീഫ്രഷ് ചെയ്യാണ് ഫസ്റ്റ്. ഓക്കെ, റീഫ്രഷ് ചെയ്തു. ദെൻ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ആ ഒരു ലേൺ HTML എന്നുള്ള ആ ഒരു സൈറ്റ് അത് അവിടെ തന്നെ ഉണ്ട്. ബട്ട് നമ്മുടെ ആ ഒരു എവിടേക്കാണോ റീഡയറക്റ്റ് ആവേണ്ടത് നമ്മൾ കൊടുത്തല്ലോ, ആ ഒരു ലിങ്ക് പുതിയൊരു ടാബിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. സോ അതാണ് ഈ ഒരു ടാർജറ്റ് ബ്ലാങ്കിന്റെ പ്രത്യേകത. സോ ടാഗിനെ കുറിച്ച് നമുക്ക് ഇത്ര പറയാനുള്ളൂ. ഈ ഒരു ബ്ലാങ്ക്, ഈ ഒരു ടാർജറ്റിന്റെ കാര്യം ജസ്റ്റ് ആഡ് ഓൺ ആയിട്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നെഗ്ലക്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് കുറച്ച് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യം വരും, അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ ഓർമ്മ വരും. അത്ര ചെയ്താൽ മതി. ഓക്കെ, സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലിസ്റ്റിനെ പറ്റിയിട്ടാണ്. 2 types ഓഫ് ലിസ്റ്റ് ഉണ്ട്. ഓർഡേർഡ് ലിസ്റ്റും അതുപോലെ തന്നെ അൺഓർഡേർഡ് ലിസ്റ്റും ആണ് ബേസിക് ആയിട്ട് വരുന്നത്. അതെ, സോ ഈ ഒരു ഓർഡേർഡ് ലിസ്റ്റിന്റെയും അൺഓർഡേർഡ് ലിസ്റ്റ് അത് എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ചെറിയൊരു പിക്ചർ കാണിച്ചു തരാം. അതെ, സോ ഇതാണ് ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇതിനൊരു ഓർഡർ ഉണ്ട്, കണ്ടോ, 1 2 3 4 5. അപ്പോൾ ഇതിനൊരു ഓർഡർ ഉണ്ട്, അതുകൊണ്ടാണ് ഇതിന് ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇതിന് ഓർഡർ ഉണ്ടാവുമെങ്കിൽ അൺഓർഡേർഡ് ലിസ്റ്റിന് എന്താണ് ഓർഡർ ഉണ്ടാവില്ല. അപ്പോൾ അതായത് ഓർഡർ ഉണ്ടാവില്ല മീൻസ് ഓർഡേർഡ് ലിസ്റ്റ് എന്ന് വെച്ചാൽ അത് നമ്പേർഡ് ആയിട്ടുള്ള ലിസ്റ്റാണ്. അതായത് ഒരു ലിസ്റ്റ് 1 2 3 4 5 അങ്ങനെ വരുന്ന ഒരു ലിസ്റ്റാണ് നമുക്ക് ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുക. അതായത് നമ്മൾ ബുള്ളറ്റ് പോയിന്റ്സ് ഉള്ള ലിസ്റ്റ് കണ്ടിട്ടുണ്ടാവില്ല, അതിനാണ് അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ 2 ലിസ്റ്റ് വെബ്സൈറ്റിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതെ, സോ നമ്മൾ ആ ഒരു സെയിം വെബ്സൈറ്റിൽ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. H2 എന്നുള്ള ടാഗ് ആണ്. ആൻഡ് ഈ ടാഗിൽ ഞാൻ കൊടുക്കുകയാണ് ഓർഡേർഡ് ലിസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഇന്ന് നമ്മൾ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ, പ്രിവ്യൂ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നമ്മളൊരു ടാഗ് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഓർഡേർഡ് ലിസ്റ്റ്, അത് ഓക്കെ ഓർഡേർഡ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് ഒരു ഓർഡേർഡ് ലിസ്റ്റാണ്. ഈ ലിസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് 3 ടാഗ്സ് ആണ് ഓർമ്മ വരേണ്ടത്. സോ ഫസ്റ്റ് ഓർഡേർഡ് ലിസ്റ്റിനാണെങ്കിൽ OL, പിന്നെ അതേപോലെ അതിൻ്റെ ഉള്ളിൽ LI എന്നുള്ള ടാഗ്സ് ആണ് വരാം. LI ടാഗ്സ് കോമൺ ആണ്, ഓർഡേർഡ് ലിസ്റ്റിനും അൺഓർഡേർഡ് ലിസ്റ്റിനും കോമൺ ആണ്. സോ ഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ OL, അതിൻ്റെ ഉള്ളിൽ LI. ആൻഡ് അൺഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ UL എന്നുള്ളൊരു ടാഗാണ്. അതായത് നിങ്ങൾക്ക് അത് ആ ഒരു ടാഗിൻ്റെ ഷോർട്ട് ഫോം എന്നുള്ള രീതിയിൽ പറയാം. OL ഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് UL അൺഓർഡേർഡ് ലിസ്റ്റ്. ഓക്കെ, സോ ഇനി ഈ ലിസ്റ്റ് എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമ്മൾ ഫസ്റ്റ് ഓർഡേർഡ് ലിസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ അതിന് നമ്മൾ OL എന്നുള്ളൊരു ടാഗ് എടുക്കും. ഓക്കെ, OL. ആൻഡ് ഈ OL നമുക്ക് LI എന്നുള്ള ടാഗാണ് നമ്മൾ പറഞ്ഞു. സോ ഞാൻ ലിസ്റ്റ് ചെയ്യാൻ. സോ ഈ ഒരു ടാഗിൽ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിൽ അതേപോലെ തന്നെ HTML ആൻഡ് CSS ആൻഡ് ആൻഡ് ദെൻ അടുത്ത എല്ലാ ടാഗിൽ JavaScript ആൻഡ് ഞാനൊരു jQuery കൂടി കൊടുക്കാം. ഓക്കെ, jQuery. സോ ഇനി നമ്മുടെ പ്രിവ്യൂ എടുത്ത് നോക്കിയാൽ ഇവിടെ നമ്മൾ 1 2 3 അങ്ങനെ നമ്പറായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ബട്ട് നമ്മുടെ പ്രിവ്യൂ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഈ കൊടുത്തതൊക്കെ നമ്പേർഡ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഓർഡേർഡ് ലിസ്റ്റ് നമ്പേർഡ് ആയിട്ട് വന്നിട്ടുണ്ട്. HTML 1 CSS 2 അങ്ങനെ നമ്പേർഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇതാണ് ഓർഡേർഡ് ലിസ്റ്റ്. ആൻഡ് ഇനി അൺഓർഡേർഡ് ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോ ഞാൻ ജസ്റ്റ് ഇതേപോലെ തന്നെ ഞാൻ ഇത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഓർഡേർഡ് ലിസ്റ്റ് എന്നുള്ളത് ഞാൻ അൺഓർഡേർഡ് ലിസ്റ്റ് ആക്കാണ്. അൺഓർഡേർഡ് ലിസ്റ്റ്. ഓക്കെ, ആൻഡ് ഞാനിവിടെ ഒറ്റ കാര്യം മാറ്റുന്നുള്ളൂ. അത് നിങ്ങൾക്ക് ഈ കോപ്പി പേസ്റ്റ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഓർഡേർഡ് ലിസ്റ്റും അൺഓർഡേർഡ് ലിസ്റ്റും പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കോപ്പി പേസ്റ്റ് ചെയ്ത്. ഞാൻ ഒരു ഫ്രം സ്ക്രാച്ച് നിന്ന് ഉണ്ടാക്കുമ്പോൾ മേ ബി നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിയേക്കാം. സോ ഞാനിവിടെ ഒറ്റ കാര്യം മാറ്റുന്നുള്ളൂ. ഈ OL എന്നുള്ളത് മാറ്റിയിട്ട് UL എന്നുള്ളത് മാറ്റി കൊടുക്കുകയാണ്. OL എന്നുള്ളത് UL വെച്ച് റീപ്ലേസ് ചെയ്യാണ്. ആൻഡ് നമ്മൾ ഓപ്പണിംഗ് UL ആണെന്നുണ്ടെങ്കിൽ ക്ലോസിങ് UL ആണ്.
സോ ഞാൻ ക്ലോസിങ്ങും UL ആക്കി കൊടുക്കുകയാണ്. സോ ഇനി നമ്മുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കി നമുക്ക് കാണാൻ പറ്റും രണ്ടും സെയിം സംഭവമാണ്. അതായത് ഓർഡർ ലിസ്റ്റിലും അൺഓർഡർ ലിസ്റ്റിലും നമ്മൾ ഉള്ളിലുള്ള ചിൽഡ്രൻ സെയിം ആണ്. ബട്ട് പാരന്റ് ടാഗ്, അതായത് LIൻ്റെ പാരന്റ് ടാഗ് OL ആണെന്നുണ്ടെങ്കിൽ ഓർഡർ ലിസ്റ്റ്, LIൻ്റെ പാരന്റ് ടാഗ് UL ആണെന്നുണ്ടെങ്കിൽ അൺഓർഡർ ലിസ്റ്റ്. സോ ഈ രണ്ട് ലിസ്റ്റിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി. ഓർഡർ ലിസ്റ്റ് ആണെങ്കിൽ നമ്പേർഡ് ആയിരിക്കും, അൺഓർഡർ ലിസ്റ്റ് ആണെങ്കിൽ അത് നമ്പേർഡ് ആയിരിക്കില്ല. ഇതേപോലെ ബുള്ളറ്റ്സ് വെച്ചിട്ടായിരിക്കും, ആ ഒരു ബുള്ളറ്റ് പോയിന്റ്സ് വെച്ചിട്ടായിരിക്കും നമുക്ക് ആ ലിസ്റ്റ് ഷോ ചെയ്തിട്ടുണ്ടാവാം. സോ നമുക്ക് നമ്മളെ ടെക്സ്റ്റ് എലമെന്റ്സ് ഇതോടെ തീർന്നിരിക്കുന്നതല്ല, നമ്മുടെ ഈ ഒരു കോഴ്സിലുള്ള ടെക്സ്റ്റ് എലമെന്റ്സിന്റെ വീഡിയോസ് ഇതോടെ തീർന്നിരിക്കുന്നു. ടെക്സ്റ്റ് എലമെന്റ്സ് ഇനിയും ഉണ്ട്, അതായത് ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. സോ അതൊക്കെ നമുക്ക് വഴിയെ നമുക്ക് അഡ്വാൻസ്ഡ് വീഡിയോ HTMLന്റെ അഡ്വാൻസ്ഡ് വീഡിയോ വരുമ്പോൾ നമുക്ക് പഠിക്കാം. സോ ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.